ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ വൃദ്ധസദനത്തിൽ നിൽക്കുന്ന രാഘവേട്ടനെയും ഭാമയെയും വിളിക്കാൻ വിഷ്ണു എത്തിയിരിക്കണേ. വാച്ച എഴുന്നേൽക്ക്, അമ്മ വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഭാമ പറയും, ഒന്ന് നിന്ന്. എവിടേക്കാ നീ വിളിക്കുന്നത്? വിഷ്ണു പറയും, ഞാൻ എവിടെയാണോ അവിടേക്ക്. ഭാമ പറയും, നിന്റെ അച്ഛൻ വീട്ടിൽ വന്ന് കിടക്കാനേ ഞങ്ങളെ കിട്ടില്ല, ഞങ്ങൾ വല്ല ആശ്രമത്തിലും പോയിക്കോളാം. വിഷ്ണു പറയും, പ്രായമായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ എവിടെയും പ്രവേശനം കിട്ടില്ല. ഭാമ പറയും, എങ്കിൽ ഞങ്ങൾ വല്ല കടത്തിന്മേലും കിടന്നോളാം. എന്നാലും നിന്റെ ഭാര്യ വീട്ടിൽ വന്ന് അന്തി ഉറങ്ങുന്ന നീ കരുതണ്ട. അപ്പോ വിഷ്ണു രാഘവേട്ടനോട് ചോദിക്കും, അച്ഛൻ എന്താ പറയുന്നേ? അമ്മയുടെ തീരുമാനം തന്നെയാണോ? അച്ഛൻ പറയണം. അതിൽ രാഘവൻ നായരെ ഒന്നും പറയാതെ അവിടെ ഇരിക്കും. അച്ഛാ, അമ്മയുടെ തീരുമാനം തന്നെയാണോ അച്ഛനും? എടാ മോനെ, അമ്മ അങ്ങനെ പറയുമ്പോ വിഷ്ണു പറയും, അച്ഛൻ ഈ വൃദ്ധസദനത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നതുപോലും അച്ഛന്റെ മൗനം തന്നെയാ. അച്ഛൻ അറിയോ, നമുക്ക് നമ്മുടെ വീട് നഷ്ടപ്പെട്ടതും ഞാനീ പറഞ്ഞ അച്ഛന്റെ മൗനം തന്നെയാ. അച്ഛനപ്പോ വേണ്ടെന്ന് നല്ല ശാഠ്യത്തിൽ പറഞ്ഞിരുന്നെങ്കിലേ നമുക്ക് നമ്മുടെ വീട് നഷ്ടപ്പെടില്ലായിരുന്നു. അച്ഛൻ വന്നേ, അച്ഛൻ വാ, നമുക്ക് പോകാം, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഭാമേ എന്ന് വിളിക്കാണ് രാഘവൻ നായരെ. ഭാമയ്ക്ക് ആകെ ഒരു പേടിയുണ്ട്. എങ്കിലും പറയും, രാഘവേട്ടനെ ഇവനോടൊപ്പം പോണെങ്കിലേ പോവാം, പക്ഷേ ഞാൻ വരില്ല ഇവന്റെ അച്ഛൻ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് ആ ഭഗവാന്റെ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ ഇരിക്കും. വിഷ്ണുക്കും, അമ്മയെ ഞാൻ എന്റെ ഭാര്യ വീട്ടിലേക്കാണ് ക്ഷണിക്കുന്നതെന്ന് അമ്മയുടെ ആരെ പറഞ്ഞേ? അമ്മ അപ്പോ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? പറയമ്മേ, ഞാനൊരു വീടെടുത്തിട്ടുണ്ട്, അവിടേക്കാണ് ഞാൻ എന്റെ അച്ഛനെയും അമ്മയും ക്ഷണിക്കുന്നത്. അവിടുന്ന് നിങ്ങളെ ആരും ഇറക്കി വിടില്ല. ഇത് കേൾക്കുമ്പോൾ രണ്ടുപേർക്കും നല്ലൊരു ആശ്വാസമാവുന്നുണ്ട്. വിഷ്ണുക്കും, നിങ്ങൾ രണ്ടുപേരെയും പെരുവഴിയിൽ ഇറക്കി വിടാൻ എനിക്ക് പറ്റും തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ് തോളിലിങ്ങനെ കൈവയ്ക്കുമ്പോ തന്നെ ഭാമയുടെ മനസ്സാകെ അലിയുന്നുണ്ട്. അമ്മ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതിനിരട്ടിയായിട്ട് ഞാൻ അമ്മയെ സ്നേഹിക്കുന്നുണ്ട്, അതമ്മയ്ക്ക് മനസ്സിലാവണില്ല എന്നിങ്ങനെ കരഞ്ഞു പറയുമ്പോ ഇത് കേൾക്കുന്ന അമ്മയും അച്ഛനും കറിയാം. അമ്മേ, ഞാനിപ്പോ അമ്മയെ വിളിക്കുന്നതേ ഞാൻ വാടകയ്ക്ക് എടുത്ത വീട്ടിലേക്കാ, മനസ്സിലായോ? ഈ വൃദ്ധസദനത്തിലോ കടത്തമ്മയിലോ അന്തി ഉറങ്ങേണ്ടവരല്ല എന്റെ അച്ഛനും അമ്മയും. ഇനി എല്ലാത്തിനും ഒടുവിലെ അങ്ങനെ ഒരു കാഴ്ച കൂടി എനിക്ക് കാണേണ്ടി വന്ന പിന്നെ ഞാനില്ല. വീട് നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെയും നഷ്ടപ്പെട്ടതായിട്ട് കാണേണ്ടി വരും. ഇത് കേൾക്കുമ്പോ മോനെ എന്ന് രാഘവേട്ടൻ വിളിക്കുന്നുണ്ട്. ഭാമ ഇങ്ങനെ വിങ്ങിക്കറിയാ, എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലെന്ന് പറയച്ച അമ്മയോട്. രാഘവേട്ടൻ ചോദിക്കും, അപ്പേടാ നീ വാടകയ്ക്ക് വീടെടുത്തിരുന്നല്ലേ? വിഷ്ണുക്കും, പിന്നെ നമുക്ക് താമസിക്കണ്ടേ, നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? ഞാൻ സത്യഭാമയുടെയും രാഘവൻ നായരുടെയും മകനാ, ഭാര്യ വീട്ടിൽ പോയി നിൽക്കേണ്ട കാര്യമില്ല. രാഘവേട്ടന് അതില് സമാധാനമാകും. ഭാമയെ, അവൻ പറയുന്നത് കേൾക്ക്, അവൻ പറയുന്നത് ശരിയാ. അവന്റെ കൂടെ ഇപ്പോ അവന്റെ ഭാര്യ ഇല്ലല്ലോ, അപ്പൊ അവന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ആരാ? നീയാണ്. നീ തന്നെയാ അവന് ഭക്ഷണം വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ തന്നെയല്ലേ നീ അവനെ വളർത്തിയത്? അതല്ലേ നീ ആഗ്രഹിക്കുന്നതും? ഞാൻ എന്തായാലും ഇവന്റെ കൂടെ എന്റെ മോന്റെ കൂടെ പോവാ എന്ന് പറഞ്ഞ് രാഘവേട്ടൻ അവിടെ നിന്ന് എഴുന്നേൽക്കുക. ഭാമേ, നീ വരുന്നുണ്ടെങ്കിൽ വാ. അപ്പോഴും ഭാമ ഇങ്ങനെ തലതാഴ്ത്തി നിന്നേ വരണം എന്നുണ്ട്. എങ്കിലും ദുരഭിമാനം പിന്നെ ഒരു സങ്കടവും കൂടി കലർന്നൊരവസ്ഥയിൽ ഇങ്ങനെ അവിടെ തലതാഴ്ത്തി ഇരിക്കുമ്പോ വിഷ്ണു വീണ്ടും വിളിക്കും, ഇനി ആരോടാ അമ്മ ഈ വാശി? ഈ എന്നോടോ? അമ്മ എന്നെ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട്. മാതാപിതാ ഗുരുദൈവം, എന്റെ കൺമുന്നിലെ ഞാൻ കണ്ട ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാ എന്റെ അച്ഛനും അമ്മയും. എന്റെ ഈ നെഞ്ചിലല്ലേ ഞാൻ പച്ച കുത്തിയിരിക്കുന്നത്, എന്റെ മനസ്സിലാ. പക്ഷേ അതെന്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലെന്ന് മാത്രം. ഒന്ന് വാ അമ്മേ, അമ്മയുടെ വിഷ്ണു അല്ലേ വിളിക്കുന്നത്, അമ്മ വാ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് വിളിക്കുമ്പോ ഭാമ കരഞ്ഞോണ്ട് വിഷ്ണുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കും. അങ്ങനെ കൃഷ്ണ വിഗ്രഹമൊക്കെ എടുത്തിട്ട് അവരവിടെ നിന്ന് പോവാണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് ഒരു പഴയ തറവാട് വീടാണ്. അവിടെ വിഷ്ണു ജോലി ചെയ്യുന്ന ആ ഡ്രൈവർ മുതലാളിയുണ്ട്. വിഷ്ണു ബൈക്കിൽ വന്നിറങ്ങുമ്പോ അച്ഛനും അമ്മയും വന്നില്ലേ? വിഷ്ണു പറയും, വരുന്നുണ്ട്. അപ്പൊ ഉണ്ടാവും ഇവര് ഓട്ടോറിക്ഷയിൽ വരുന്നത്. അങ്ങനെ സുബേർക്ക ഇവരെങ്ങനെ നോക്കുന്നുണ്ട്. വിഷ്ണു വേഗം പോയി ഓട്ടോയ്ക്ക് ക്യാഷ് കൊടുത്ത് പറഞ്ഞേക്കും. അച്ഛാ, അമ്മേ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുക. അങ്ങനെ ഭാമ ആ വിഗ്രഹവും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോ വിഷ്ണു സുബേർക്കയ്ക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക. സുബേർക്ക പറയും, ഇത് ഞങ്ങളുടെ തറവാടാ, ബാപ്പ വെച്ച വീടാ. ബാപ്പയുടെയും ഉമ്മയുടെയും ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഈ വീട് പൊളിച്ചു കളയാൻ തോന്നിയില്ല. വിഷ്ണു വിളിച്ചു പറഞ്ഞതിന് ശേഷം പണിക്കാരെ നിർത്തിയതും ആളെ വൃത്തിയാക്കാൻ ഏൽപ്പിച്ചതും. അതുകൊണ്ട് അല്പസ്വല്പ പോരായ്മകൾ ഉണ്ടാകും. വിഷ്ണു പറയും, സുബേർക്ക ഇത് തന്നെ വലിയ ഉപകാരമല്ലേ? ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോഴാ സുബേർക്കയെ വിളിക്കാൻ തോന്നിയത്, അത് വലിയ ഉപകാരമായി. സുബേർക്ക പറയും, കേറിക്കിടക്കാൻ ഒരു വീടില്ലാത്തത് ആ ഒരു വേദന എനിക്കും മനസ്സിലാകും. ഇതൊക്കെ പടച്ചോന്റെ ഓരോ കളികളല്ലേ. ഈ വീട് ജപ്തി ചെയ്യാനായി കോടതിയിൽ നിന്ന് നോട്ടീസ് വരെ പതിച്ചതാ. അതും തന്നെ രക്ഷിക്കാൻ സഹായിച്ചത് വിഷ്ണുവിന്റെ അമ്മയാ. അപ്പൊ ഭാമ ഞെട്ടിപ്പോ. ഈ സത്യമ്മ എന്നെ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ജപ്തിയുടെ കാര്യം പറഞ്ഞപ്പോ മുന്നും പിന്നും നോക്കാതെ സത്യമ്മ പണം തന്നതുകൊണ്ടാ എനിക്കിത് നഷ്ടപ്പെടാതെ നോക്കാൻ പറ്റിയത്. പടച്ചോന്റെ ഓരോ കളിയെ. ഇങ്ങനെ എനിക്കൊരു പ്രത്യുപകാരം ചെയ്യേണ്ടി വരുന്ന ഉടവ തമ്പുരാൻ മുൻകൂട്ടി കണ്ടു കാണും. നന്മ ചെയ്യുന്നവനെ തിരിച്ചു നന്മ ചെയ്യാൻ ഞാനൊരു വഴിയായെന്ന് മാത്രം. ഭാമറിയും, അതല്ലെങ്കിലും അങ്ങനെയാ. ഒരാപത്ത് വരുമ്പോ ഈശ്വരന്റെ രൂപത്തിൽ ആരെങ്കിലും ഒക്കെ വരും, ഒരു കൈത്താങ്ങായിട്ട്. അത് പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ലെങ്കിലും പിന്നീട് ഇതൊരു 100 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. രാഘവേട്ടൻ പറയും, ഞങ്ങൾക്ക് നിങ്ങളാരാണെന്നറിയില്ല, പക്ഷേ
ഞങ്ങളുടെ മുന്നിൽ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് ഇപ്പൊ പറഞ്ഞ ആ പടച്ചോന്റെ സ്ഥാനത്താ. അത് കേൾക്കുമ്പോ സുബൈറയ്ക്ക് സന്തോഷാവുന്നുണ്ട്. വിഷ്ണു ഇപ്പൊ പറയും, അച്ഛാ ഞാൻ ഇക്കയുടെ ലോറിയിലാ. അപ്പൊ സുബൈർക്ക് പറയും, എനിക്ക് കുറച്ച് ലോറികളുണ്ട്, കുറെ അധികം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. എല്ലാം തകർന്നു നിന്ന സമയത്ത് ലോറി എടുക്കാൻ അഡ്വാൻസ് കൊടുത്ത പണം തന്നതും ഈ സത്യാമ്മ തന്നെയാ. അങ്ങനെ അവര് സംസാരിച്ച് നിൽക്കുമ്പോ ഒരു സ്കൂട്ടിയില് ഒരു പെൺകുട്ടി അങ്ങോട്ട് വരികയാണ്. എല്ലാവരും അവരെങ്ങനെ നോക്കും. അവിടെ വന്ന് ആ പെൺകുട്ടി നിർത്തിയിട്ട് അതിന്ന് ഇറങ്ങും. ആ എല്ലാവരും എത്തിയോ? സുബൈർക്ക് പറയും, എന്റെ മകളാ നൂർജഹാൻ, എന്നെക്കാളും വലിയ സഹായിയാ. ഈ ചെടികളൊക്കെ ഇവളെ ഒരുക്കിയതാ. നിങ്ങൾക്ക് ഇവിടെ ഇവള് വലിയ സഹായമായിരിക്കും. നൂറേന്നൊന്ന് വിളിച്ചാൽ മതി, എന്ത് കാര്യം ഉണ്ടെങ്കിലും നൂറേ സ്പീഡിൽ ഇവള് ഓടിയെത്തും. അപ്പൊ നൂർജഹാൻ പറയും, എനിക്കറിയാം ബാപ്പച്ചി ഇവിടെ നിന്ന് കത്തിയടിച്ചു കൊല്ലുന്നു, എന്നാ ഇനി പോയിക്കോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി ഈ നൂറ് നോക്കിക്കോളാം. അങ്ങനെ സുബൈർക്ക് പറയും, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്താവശ്യം ഉണ്ടെങ്കിൽ ഇവളോട് പറഞ്ഞാൽ മതി, എന്നെക്കാളും ഉത്തരവാദിത്തോടു കൂടി കാര്യങ്ങൾ അവള് ചെയ്യും. വിഷ്ണു നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിച്ചിരിക്കാനാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയില് അതിനെ നേരം കാണൂ. എന്നാ തിരിച്ചു പിടിക്കാനുള്ള ആത്മവിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ ഈ നഷ്ടങ്ങളെല്ലാം നമുക്ക് നേട്ടങ്ങളാക്കി മാറ്റാൻ കഴിയും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ ഞാൻ തന്നെയാണ്. വരട്ടെ, എല്ലാം ശരിയാവും, ഇല്ലെങ്കിൽ നമുക്ക് ശരിയാക്കാടോ എന്ന് പറഞ്ഞുകൊണ്ട് സുബൈർക്ക് അവിടുന്ന് പോകും. നൂർജഹാൻ പറയും, അതെ പുതിയ വീട്ടിലേക്കുള്ള വരവല്ലേ, പാല് കാച്ചി തന്നെ നമുക്കങ്ങ് കയറാം. ബാമ പറയും, അല്ല അതിനെ. അപ്പൊ നൂർ പറയും, പേടിക്കണ്ട നേ, ഒരു പാല് കാച്ചൽ ചടങ്ങിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അകത്ത് ഒരുക്കിയിട്ടുണ്ട്. എന്നാ പിന്നെ പഴയതൊക്കെ മറന്നിട്ട് വലതുകാലം വെച്ച് അകത്തേക്ക് കയറിയട്ടെ. ഇനി ഓർക്കേണ്ടതെല്ലാം പുതിയ കാര്യങ്ങളായിരിക്കണം. ഇപ്പൊ ഇവിടെ തുടങ്ങാൻ പോകുന്നത് ഒരു പുതിയ ജീവിതം. ഐശ്വര്യമായിട്ട് കയറി വാ എന്ന് പറഞ്ഞിട്ട് നൂർജഹാൻ അവിടുന്ന് പോകും അകത്തേക്ക്. അങ്ങനെ വിഷ്ണു ബാമേനെയും രാഘവന്മാരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അകത്ത് കയറിയാല് എല്ലാരും ഇങ്ങനെ ചുറ്റും നോക്കും. വിഷ്ണു പറയും, കണ്ടിട്ട് വലിയ തെറ്റില്ലെന്ന് തോന്നി, പിന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ സുബൈർക്കയോട് പറയാം, കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും നൂർജഹാൻ വന്നിട്ട് പറയും, ബാപ്പച്ചിയോടല്ല, എന്തുണ്ടെങ്കിലും ഈ നൂറിനോട് പറഞ്ഞാൽ മതി, എന്തുണ്ടെങ്കിലും ഞാൻ പരിഹരിച്ചു തരാം. അപ്പൊ ബാമ പറയും, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞ് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നത് ദാ ഇവനെ മാത്രാ എന്ന് പറഞ്ഞ് ആ ഭഗവാൻ കൃഷ്ണനെ കാണിച്ചു കൊടുക്കും. ഇവനെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ തോന്നിയില്ല. അപ്പോഴേക്ക് വിഷ്ണു, ഞാനിപ്പോ വരാട്ടോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും. അങ്ങനെ ബാമ വയ്ക്കും, ഇതിപ്പോ എവിടെയാ മോളെ വെക്കുക? ഭഗവാനെ വെക്കാനല്ലേ, ഞങ്ങളുടെ നിസ്കാര റൂം ഇതായിരുന്നു, ബാപ്പയും ഉമ്മച്ചിയും ഒക്കെ നിസ്കരിച്ചിരുന്ന സ്ഥലമാണ്. രാഘവേട്ടൻ പറയും, ഈശ്വരൻ പലർക്കും പലതാണെങ്കിലും വിളി കേൾക്കുന്നത് ഒരൊറ്റ ആള് തന്നെ മോളെ. ആ ഒരേ ഒരു ശക്തിയിലാ ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് മോളെ. ആ ശക്തിയെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പേര് കൊടുത്ത് ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിസ്കരിക്കുന്നു, ഞങ്ങൾ നമസ്കരിക്കുന്നു, എല്ലാം ചെന്നെത്തുന്നത് ഒരാളിലാ. നൂറ് പറയും, എനിക്ക് എല്ലാ മതങ്ങളും ഇഷ്ടം, എല്ലാ ദൈവങ്ങളും ആഗ്രഹിക്കുന്നത് മനുഷ്യരുടെ നന്മയാണല്ലോ, അപ്പൊ പിന്നെ നമ്മളെന്തിനാ ദൈവങ്ങളെ വേർതിരിച്ച് കാണുന്നത്? ബാമറയും മോളെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഞങ്ങളോടൊപ്പം കൂടുന്ന ആളാണെന്ന്. എല്ലാ കാര്യങ്ങളിലും നല്ല അറിവുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ വ്യക്തമായി സംസാരിക്കാൻ പറ്റൂ. അങ്ങനെ ആ കുട്ടി പറയും, ദൈവങ്ങളും നമുക്കിതാ ഇവിടെ വെച്ചാലോ? ആ വെക്കാം മോളെ, ഇവിടെ ആവുമ്പോ എനിക്ക് ദിവസവും വിളക്ക് വെച്ച് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കാനും പറ്റും. എന്നിട്ട് കൃഷ്ണനോട് പറയും, എന്റെ കൃഷ്ണ, ഞങ്ങളിതാ യാത്ര ഇവിടം വരെ എത്തി നിൽക്കുക, ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതി. ഈ സമയത്ത് പെട്ടെന്ന് ബാമ പറയും, ഇവിടെ പൊട്ടിലുണ്ടായിരുന്നല്ലോ. അയ്യോ. അപ്പോഴേക്കും നൂർജഹാൻ പറയും, നോക്കട്ടെ, ആ പൊട്ടിലുണ്ട്, കളറ് പോയി, പക്ഷെ കൃഷ്ണനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെയല്ല മോളെ, വീട്ടിലുള്ള വിഗ്രഹത്തിന് കേടുപാട് പറ്റുന്നത് ആ വീട്ടിലുള്ളവർക്ക് കഷ്ടകാലം വരുമ്പോഴാണെന്നാ പറയുന്നത്. രാഘവേട്ടൻ പറയും, ഇനി എന്ത് കഷ്ടകാലം വരാനാ ബാമേ, ഉണ്ടായതെല്ലാം പോയി, ഇപ്പൊ കൂടും കുടുക്ക എടുത്ത് ഇറങ്ങിയതല്ലേ, മുന്നോട്ടിനി എങ്ങനെ ജീവിക്കണം എന്ന് അറിയത്തില്ല. ഇതിൽ കൂടുതൽ ഇനി നമുക്ക് എന്ത് വരാനാ? ഭൂമിയോളം താഴ്ന്നാ പിന്നെ ഇനി പോവാൻ പാതാളേ ഉള്ളൂ. ഇനി മറ്റൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഉള്ള കാലത്ത് ഉള്ളതുപോലെ ശിഷ്ടകാലം ജീവിക്കുക. ഇനി വീട് സ്വന്തമാവണമെന്നൊന്നും എനിക്കില്ല, അതിനുള്ള ആവത് എനിക്കില്ല. നൂറ് പറയും, അങ്ങനെയൊന്നും പറയല്ലേ, ഈ വീട്ടിൽ നിന്നാ എന്റെ ബാപ്പച്ചിക്ക് ഇപ്പൊ ഉള്ളതെല്ലാം ഉണ്ടാക്കിയതെന്ന് എപ്പോഴും പറയും. ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെയാണ് ഞങ്ങളും കയറി വന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ബാപ്പച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്റെ ചെറുപ്പത്തില് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പോലും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ബാപ്പച്ചി പറയുന്ന ഒരു വാക്കുണ്ട്, സമയം. അത് വരും, അത് വന്നാ എല്ലാം മാറുന്നേ. അത് തന്നെയാ എനിക്ക് രണ്ടുപേരോടും പറയാനുള്ളത്. നിങ്ങൾക്ക് ഇനിയും സ്വന്തമായൊരു വീടുണ്ടാക്കാം, അതുപോലെ താമസിക്കാൻ എല്ലാത്തിനും ഒരു സമയം വരും. അതിനുവേണ്ടി നിങ്ങളോടൊപ്പം ഒരാള് കൂടി പ്രാർത്ഥിക്കാറുണ്ടെന്നും കൂട്ടിക്കോ. നിങ്ങൾ രണ്ടുപേരെയും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. അപ്പോഴേക്കും ബാമ എടുത്തിരുന്ന വിളക്കും മറ്റ് വിഗ്രഹവും കൂടി അങ്ങോട്ട് കൊണ്ടുവരും അമ്മയെന്ന് പറഞ്ഞിട്ട് വിഷ്ണു. അങ്ങനെ ബാമ കൃഷ്ണ വിഗ്രഹവും വിളക്കും അതുപോലെ ഫോട്ടോയൊക്കെ അവിടെ വെക്കും. നൂറ് ചോദിക്കും, വിഷ്ണുവായിട്ട് നിന്ന് പോണ്ടേ? വിഷ്ണു പറയും, പോണം. നൂറ് പറയും, എങ്കിൽ പിന്നെ ഞാൻ അപ്പുറത്തുണ്ടേ, ബാക്കി കാര്യങ്ങൾ കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. പോയി കഴിഞ്ഞാൽ ബാമ അങ്ങനെ നോക്കിയിട്ട് പറയും, നല്ല കുരുത്തമുള്ള കുട്ടിയാ, ഇപ്പോഴത്തെ കാലത്തൊന്നും ഇങ്ങനത്തെ കുട്ടികളെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല, അത്രയ്ക്കുണ്ട് ഐശ്വര്യം. വിഷ്ണു പറയും, എന്തായാലും ആ കുട്ടി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് പറഞ്ഞാൽ മതി. വിഷ്ണു പറയും, കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ സുബൈറക്കോട് പറഞ്ഞോളാം, എന്നാ ഞാൻ പോയിട്ട് വരാച്ചാ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ബാമയ്ക്കും, അല്ല നീ ഇത് എങ്ങോട്ട് പോകുന്നു? വിഷ്ണു പറയും, ഞാൻ ജോലിക്ക്
പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ സുബേർക്കയുടെ ലോറിയിൽ എനിക്ക് പണി. ഭാമയ്ക്കും ലോറിയിൽ എന്ത് പണി? അമ്മ, ഞാൻ അദ്ദേഹത്തിന്റെ ലോറിയിലെ ഡ്രൈവറാ. ആ ബന്ധം കൊണ്ടാ സുബേർക്ക നമുക്ക് വേണ്ടി ഉപകാരങ്ങളൊക്കെ ചെയ്തത്. ഇത് കേൾക്കുമ്പോ ഭാമയ്ക്ക് സങ്കടാവും. രാഘവേട്ടൻ പറയും, നല്ല മനുഷ്യനാ സുബേർ, നന്നായി സഹായിക്കുന്ന ആളാ. എടാ, ലോറി എങ്കിൽ ലോറി ഒരു പണിയാവുമല്ലോ. പറയാനൊരു പണിയായില്ലേ? അല്ലെങ്കിലും ഇനി കഴിയാൻ പറമ്പുന്ന ആദായമൊന്നും ഇല്ലല്ലോ. പണിയെടുത്ത് തന്നെ കഴിയണം. അപ്പൊ ഭാമ പറയും, അതിന് ഈ ജോലിയൊക്കെയാണോ തെരഞ്ഞെടുക്കേണ്ടത്? കണ്ടവന്മാരെ പോലെ സത്യഭാമയുടെ മകൾ ലോറിയിലൊക്കെ. രാഘവേട്ടൻ പറയും, തിന്നുന്നു തരുന്നേ, എന്നാലും അഭിമാനൊട്ട് പോത്തില്ല. ഭാമേ, എല്ലാ പണിക്കും അതിന്റേതായ അന്തസ്സുണ്ട്. ഇന്നവർക്ക് ഇന്നതാവണം എന്ന് മാത്രമില്ല, അന്തസ്സുള്ള ഏത് ജോലിയും എടുക്കാം. അവൻ പോകുന്നത് പിടിച്ചു പറിക്കും ഗുണ്ടാ പണിക്കൊന്നുമല്ലോ. അത് വെച്ച് നോക്കുമ്പോ ഇത് അത്രയ്ക്ക് മോശ പണിയൊന്നുമല്ല. വിഷ്ണു പറയും, അമ്മേ, അമ്മയുടെ മകൻ ഇത്രയും സമയത്തിനുള്ളില് നമ്മളെ സഹായിച്ച പലരെയും പോയി കണ്ടു ഒരു ജോലിക്കായിട്ടെ. മനസ്സിലായോ? എവിടെ പോയാലും എന്നെ പോലെ ഒരാളെ സഹായിക്കാൻ ആർക്കും വയ്യ. അവിടെയാണ് ഞാൻ സുബേർക്കയുടെ വില മനസ്സിലാക്കിയത്. ജോലി തരം മാത്രമല്ല, നമ്മുടെ കൂടെ നിൽക്കാന്നുള്ള വലിയൊരു കാര്യം കൂടി അദ്ദേഹം ചെയ്തത്. അമ്മേ, എനിക്കിത് വലിയ കുറച്ചിലായിട്ടൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ജോലിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിക്കുന്നത്. രാഘവേട്ടൻ പറയും, എടാ, നീ പറഞ്ഞത് ശരിയാടാ, നിന്റെ തീരുമാനവും ശരിയാ. ഭാമ പറയുന്നൊന്നും നീ കാര്യാക്കണ്ട. എടാ, നിന്റെ പഠിപ്പ് വെച്ച് മറ്റൊരു ജോലി നോക്കി പോകുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെയാടാ. അപ്പോഴും ഭാമ പറയും, രാഘവേട്ടൻ എന്നാലും നമ്മുടെ നിലയ്ക്കും വിലയ്ക്കൊക്കെ. രാഘവേട്ടൻ ദേഷ്യം വരും, ഭാമേ, ഈ വാക്ക് നീ മിണ്ടരുത് എന്ന് പറഞ്ഞ അവിടെ എഴുന്നേൽക്കും. നിന്റെ ഒരു നിലയും വിലയും. അതെ, അതൊക്കെ നമ്മുടെ പഴയ വീടിന് മുന്നില് കുഴിച്ചിട്ടു. എന്നിട്ടാ രാഘവൻ നേരെ ആ പടി ഇറങ്ങിയത്. നീയും അങ്ങനെ തന്നെ വേണം. കുഴിച്ചു മൂടണം നിന്റെ അഹന്തയും അഹങ്കാരവും അല്ല. ഇതൊക്കെ ഇങ്ങനെ വെച്ചാലേ ചോറാവില്ല ഭാമേ. ചോറാവണെങ്കിലേ അധ്വാനിക്കുക തന്നെ വേണം. വിഷ്ണുവിനോട് പറയണ്ടാ, നീ ജോലിക്ക് പോയിട്ട് വാടാ. ഇനി നമ്മൾ ജീവിക്കാൻ പോകുന്നതേ നീ കൊണ്ടുവരുന്ന ക്യാഷ് കൊണ്ടാ. അഭിമാനത്തോടു കൂടി നമുക്ക് ആ ഭക്ഷണം കഴിക്കാം. സൗകര്യമുള്ള ആൾക്കാർ അത് കഴിച്ചാൽ മതി. അങ്ങനെ വിഷ്ണു പറയും, അച്ഛാ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിടന്ന് പോകുമ്പോ ഭാമ പറയും, എന്നാലും രാഘവേട്ട അവൻ. ഭാമേ, ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഒരു തരുമ്പ് പോലും കുറഞ്ഞില്ലല്ലോ നിന്റെ ഈ അഭിമാനത്വം. ഇനി നീ ഈ സ്വഭാവം വെച്ചാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിലേ ഇനിയുള്ള നാടും ഇതുപോലുള്ള വീടും ഉണ്ടാവില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം പോലെ. ഇത് കിട്ടിയതിന്റെ ഭാഗ്യം. ഇവിടുന്നെങ്കിലും നന്നായി മതിയായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് രാഘവേട്ടൻ അവിടുന്ന് പോകുമ്പോ ഭാമ വിഷ്ണു ജോലിക്ക് പോകുന്നത് ഇഷ്ടപ്പെടാതെ, എന്നാ ഇനി എതിർക്കാനും പറ്റാതെ ഇങ്ങനെ നിൽക്കണേ കൃഷ്ണ ഭഗവാനെ നോക്കിക്കൊണ്ട്. അങ്ങനെയാണ് ഈ ഭാഗം കഴിയുന്നത്. പിന്നെ നെക്സ്റ്റ് പ്രൊമോല് കാണിക്കുന്നത് വിഷ്ണു അവിടെ നേരെ പോയിരിക്കുന്നത് ശാലിനിയെ കാണാനാ. ഹോസ്പിറ്റലിലെത്തി ഒന്നും പറയാതെ വേഗം ഭക്ഷണം എടുത്ത് കൊടുക്കണേ. ഈ സമയം ശാലിനിക്ക് നല്ല സങ്കടമുണ്ട്. വിഷ്ണു ഒന്നും കഴിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കുമ്പോ വിഷ്ണു കൊടുക്കുമ്പോ ശാലിനി ആ കഞ്ഞി കുടിക്കും. പിന്നീട് കൊടുക്കുമ്പോ ശാലിനി തന്നെ അത് വിഷ്ണുവിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുക. അങ്ങനെ രണ്ടുപേരും സങ്കടത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രൊമോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്